അപ്പോൾ ഈ ഇതിൻ്റെ റിലീസിന് സംബന്ധമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ സിനിമ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഹിന്ദിയിൽ റിലീസായി, മലയാളത്തിൽ റിലീസായി. പെട്ടെന്ന് ഒരു ദിവസം എനിക്കൊരു വലിയൊരു വീഡിയോ മെസ്സേജ് വരികയാണ്. സൂരി സാറ് എനിക്ക് തമിഴിൽ സിനിമ റിലീസാവുന്ന സമയത്ത് ഞാൻ വിളിച്ചിട്ടുമില്ല, ഞാൻ ആവശ്യപ്പെട്ടിട്ടുമില്ല. എന്നാലും പുള്ളി സമയത്ത് എനിക്കൊരു മെസ്സേജ് അയച്ചു തരാം, എൻ്റെ അനിയൻ്റെ ഒരു സിനിമ തമിഴിൽ റിലീസാവാണ്, ഈ സിനിമ നിങ്ങളെല്ലാവരും പോയി കാണണമെന്ന്. സസ്വല്ലാൻ കൂടിയത് ബിക്കോസ് എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരാരും ചെയ്തിട്ടില്ല. ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ യാരുമേ എനിക്കാകെ അപ്പടി പണ്ടതില്ല ഇതുവരെയ്ക്കും, നിങ്ങൾ അത് പണ്ട് നിങ്ങളത് ചെയ്ത്. അപ്പോൾ അതെനിക്ക് പറയാം, അത് നമുക്ക് മറക്കാൻ പറ്റില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ സിനിമ ഭീകരമായി ഹിറ്റാണെന്ന് ഞാൻ ഭയങ്കര ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു തന്നത് இந்த படம் வந்து பெரிய ஹிட் ஆகணும். உங்களுக்கு அது என்னன்னு വെച്ചാൽ യു ആർ ജെന്യുവൻലി എ വെരി ഗുഡ് ഗൈ and you deserve all the success. and இந்த கதை உங்களோட லைஃப் ஸ்டோரி, லைஃப்பில் நடக்கிற விஷயம் கேட்கும்போது நார்மலாக ஒரு லைஃப்பில் உள்ள பிரச்சனை வராது சார். உங்களோட லைஃப்பில் ரொம்ப பிரச்சனை வந்து யூ ஹவ் ஃபேஸ்ட் அ லாட் ஆஃப் ப்ராப்ளம்ஸ் அண்ட் யூ ஹவ் பிகம் வெரி சக்ஸஸ்ஃபுல். எனக்கு சில விஷயங்கள் பர்சனல் விஷயங்கள் எனக்கு தெரியும், அது கேட்டு ஐ எம் பீங் வெரி இன்ஸ்பயர்ட். ஸோ உங்களோட சக்ஸஸ் நான் எதிர்பார்க்குறேன் and wish you all the very best. Okay, thank you. എനിക്ക് ചോദിച്ചു. പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും ഒരു ആക്ച്വലി നമുക്ക് എല്ലാവർക്കും ഉണ്ടത്, എന്നാലും ഇവർ രണ്ടുപേർക്കും മെയിനായിട്ട് എനിക്ക് തോന്നിയത് വെച്ച് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നു മോൺസ്റ്റർ. അത് KGF ഡയലോഗ്, ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നില്ല, അതെങ്ങോ വർഷങ്ങൾക്ക് ശേഷം എന്തായാലും മനസ്സിലായില്ല കാര്യം. கொஞ்சம் மிக்ஸ் ஆயிடுச்சு. மான்ஸ்டர் கரெக்ட் தானே, அதான் கண்டென்ட் கரெக்ட் தான். ஆமா, ഇമോഷൻ മനസ്സിലായില്ല, അത് മതി. സോ അപ്പൊ അതിന്റെ ഒരു റെസ്പെക്റ്റും ഭയങ്കരമായിട്ടുണ്ട്, ഭയങ്കര ഇൻസ്പിറേഷൻ തോന്നാറുണ്ട് ഉണ്ണിയുടെ കരിയർ കാണുമ്പോഴാണെങ്കിലും. അല്ലെങ്കിൽ ഒരു സീൻ പറഞ്ഞതിന് ശേഷം അതിലേക്ക് ആ ഒരു മ്യൂസിക്കിലേക്ക് സാർ എങ്ങനെയാണ് എത്തുന്നത്? വാട്ട് ഈസ് ദാറ്റ് മാജിക്? ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം, ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നൊരു ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണ് തമിഴിലൊരു സിനിമ ചെയ്ത് അതിൻ്റെ ഒരു പ്രൊമോഷൻ ഇവിടെ സൂരി സാർ എത്തുകയും നമുക്കത് റെപ്രസെൻറ്റ് ചെയ്ത് അവരെ വെൽക്കം ചെയ്ത് ഇവിടെ വന്നിരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. സോ താങ്ക് യു സർ ഫോർ കമ്മിങ് ടു കേരള ടു പ്രൊമോട്ട് ദിസ് ഫിലിം. അതുപോലെ തന്നെ എനിക്ക് അവസരം ഇപ്പോഴാണ് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ലൈഫിൽ എപ്പോഴും നമ്മൾ ഇംഗ്ലീഷ് ഫിലിംസ് ഒരുപാട് കണ്ട് വളർന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ ഞാനും വൈഫും ഈ അടുത്ത് റിലീസ് ചെയ്ത ഒരു ഫിലിം, ആ ഫിലിം ഫസ്റ്റ് ഡേ തന്നെ പോയി കാണുന്നുണ്ടായിരുന്നു. കാരണം ട്രെയിലർ കണ്ടു കഴിഞ്ഞിട്ട് ഐ വാസ് മൈൻഡ് ബ്ലോൺ. ട്രെയിലർ കഴിഞ്ഞിട്ട് തിയേറ്ററിൽ പോയി കണ്ട് ഇൻ്റർവെല് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൻ്റെ ഏറ്റവും ലാസ്റ്റ് ക്ലൈമാക്സ് പോർഷൻ ഉണ്ട്. ആ പോർഷൻ കാണുന്ന സമയത്ത് ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, എവറിത്തിങ് ഈസ് ഗോയിങ് ടു ബി ചേഞ്ചിങ് ആഫ്റ്റർ ദിസ് ഫിലിം, ആൻഡ് ദാറ്റ് വാസ് മാർക്കോ. ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഐ അണ്ടർസ്റ്റുഡ് ഇത്രയും ഇൻ്റർനാഷണൽ ലെവലിൽ ഈ സിനിമ പ്ലേസ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. കൺഗ്രാറ്റ്സ് ഇൻഷാല്ലാ, കൺഗ്രാറ്റ്സ്. താങ്ക് യു ഫോർ കമ്മിങ് ടു ബ്ലെസ് ഓൾ ഓഫ് us in this occasion. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് മാമൻ ഫിലിമിൽ ഭാഗമാകാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷം. ഇതെൻ്റെ ഫസ്റ്റ് റിലീസാണ് തമിഴിൽ, അതുകൊണ്ട് ഒരുപാട് സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നും വേണം. ആൻഡ് താങ്ക് യു സൂരി സർ ഫോർ ഹാവിങ് മീ ഓൺ ബോർഡ്. എൻ്റെ പ്രൊഡ്യൂസർ കുമാർ, ഡയറക്ടർ പ്രശാന്ത് സർ, എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. മറ്റ് ഐശ്വര്യയും സ്വാസികയോടൊപ്പം തന്നെ എനിക്ക് ഇതിൻ്റെ അകത്ത് മ്യൂസിക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇതൊരു കംപ്ലീറ്റ് ഫാമിലി ഫിലിമായിരിക്കും. എല്ലാവർക്കും, കുട്ടികളോടൊപ്പം ഫാമിലി എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ഭയങ്കര റൂട്ടഡ് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു സിനിമയായിരിക്കും. ഒരുപാട് ഫാമിലി റിലേഷൻഷിപ്സും വാല്യൂസിനൊക്കെ ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിനിമയായിരിക്കും. എനിക്കും അത് ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഐ എം ഓൾസോ ലുക്കിംഗ് ഫോർവേഡ് ഫോർ 16th. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. താങ്ക് യു. പ്രൊമോഷൻ്റെ ഭാഗമായി എല്ലാവരും എത്തിച്ചേർന്നതിൽ ഒരുപാട് സന്തോഷം. ഞാൻ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സ്റ്റോറി കേട്ടപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയും കഥയുമായിട്ട് എനിക്ക് തോന്നി. ഞാൻ റിയൽ ലൈഫിലൊരു ചേച്ചിയാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് കുറേ സീൻസൊക്കെ പ്രശാന്ത് സാർ നറേറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഫാമിലിയിൽ നടന്ന അല്ലെങ്കിൽ ആ കോൺവെർസേഷൻ അങ്ങനെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയതുകൊണ്ടും
പിന്നെ പൊതുവെ ഫാമിലി സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വിഷയമാണ് ഫാമിലി. അവിടെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാതെ വിടുന്ന കാര്യമാണ്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന് മൂവ് ഓൺ ചെയ്ത് പിന്നെ ആ റിലേഷൻഷിപ്പെ കട്ട് ചെയ്യുന്ന ഒരു പ്രവണതയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ വരുന്നു. അപ്പം ഇതൊരു ജോയിൻറ്റ് ഫാമിലിയിൽ നടക്കുന്ന ചെറിയ ചെറിയ ഇണക്കങ്ങൾ, പിണക്കങ്ങൾ, ചെറിയ കുശുമ്പ്, സ്നേഹം എല്ലാം ഉണ്ട് ഈ സിനിമയിൽ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാവുമ്പോൾ കുറെ കൂടി ഓഡിയൻസിലേക്ക് ചിലപ്പോൾ അറിയില്ല, ചിലപ്പോൾ ചില നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ സിനിമയ്ക്ക് പറ്റും. ചിലപ്പോൾ ഈ സിനിമ കണ്ടിട്ട് ഒന്ന് ഫോൺ വിളിച്ച് ചേട്ടനോട് ഒരു സോറി പറയാനോ, അല്ലെങ്കിൽ അമ്മയോട് ഒരു ഐ ലവ് യു പറയാനോ, അല്ലെങ്കിൽ ആ പിണക്കം മാറ്റാനൊക്കെ അങ്ങനെയൊക്കെ ചിലപ്പോൾ സാധിക്കുമായിരിക്കും ഞങ്ങളുടെ ഈ സിനിമയ്ക്ക് എന്ന് എനിക്കിങ്ങനെ തോന്നി. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ടീമായിരുന്നു. സൂരി സാറാണ് ഹീറോ എന്ന് പറഞ്ഞു, ഐഷു ഉണ്ടെന്ന് പറഞ്ഞു, അപ്പം ഹിഷാമാണ് മ്യൂസിക് എന്ന് പറഞ്ഞു. പിന്നെ നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം ഞാൻ അങ്ങനെയാണ് ചൂസ് ചെയ്തത്. താങ്ക് യു സോ ഒരു കൈൻഡ് ഓഫ് വർക്ക് ഐശ്വര്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഒരു ലൈക്ക് നമസ്കാരം. ആദ്യം തന്നെ എല്ലാവർക്കും ഇരുന്നാൽ മതി. ഓക്കെ. നമസ്കാരം. ആദ്യം തന്നെ നിങ്ങളെല്ലാവരും മാമൻ സിനിമയുടെ പ്രസ് മീറ്റിനായി എല്ലാവരും എത്തിച്ചേർന്നതിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതൊരു നല്ലൊരു ഫാമിലി ഫിലിമാണ്. വളരെ തമിഴ്, ശ്വാസിക പറഞ്ഞ പോലെ വളരെ റൂട്ടഡ് ആയിട്ടുള്ള തമിഴ് ഫാമിലി ട്രഡീഷൻസിലുള്ള അങ്ങനെയാണ് സ്റ്റോറി പോകുന്നത്. പക്ഷെ നമ്മൾ മലയാളികൾക്കും ഒക്കെ ഒരുപാട് ഹാർട്ട് ഫെൽറ്റ് ആയിട്ട് തോന്നുന്ന ഇമോഷൻസിനെ പറ്റിയിട്ടാണ് സിനിമ സംസാരിക്കുന്നത്. എനിക്ക് എന്തോ ഭാഗ്യം കൊണ്ട് തമിഴിൽ നിന്ന് നല്ല കഥകൾ വരുന്നുണ്ട്. അങ്ങനെ ഗാട്ടാഗുസ്തിക്ക് ശേഷം കുറച്ച് കഥകൾ കേട്ടിരുന്നു. അതിലൊരു വെബ് സീരീസ് ചെയ്തു കഴിഞ്ഞു. അതിനുശേഷം ഞാൻ കേട്ട് കഴിഞ്ഞ ഉടനെ യെസ് ഇതെനിക്ക് ചെയ്യണം, എന്തായാലും എനിക്ക് ചെയ്യണം എന്ന് തോന്നിയ കഥയാണ് മാമൻ. എനിക്കതിൽ വർക്ക് എന്ന് പറയാൻ ഞാനൊരു ന്യൂക്ലിയർ ഫാമിലിയിൽ നിന്ന് വരുന്നത്. ഞാൻ അച്ഛനമ്മ, ഞങ്ങൾ 3 പേരേ ഉള്ളൂ ഫാമിലിയിൽ. എനിക്കൊരു കൂട്ടുകുടുംബം എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യണത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടറിയുന്നതേ ഉള്ളൂ. എൻ്റെ ഫ്രണ്ട്സ് പറയുന്ന കസിൻസിൻ്റെ ഗ്രൂപ്പ്, ഫാമിലി ഗ്രൂപ്പ്, ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഫാമിലി ഗ്രൂപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നോക്കി. അച്ഛനെ എക്സിറ്റ് ചെയ്തു പോയി. കാരണം 3 പേര് മാത്രമുള്ള ഇപ്പോൾ എന്തിനാ ഗ്രൂപ്പ് എന്നുള്ളൊരു ചോദ്യമാണ് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതെനിക്കൊരു ഒരു ഏലിയൻ ഫീലിംഗ് ആണ് ഒരു കൂട്ടുകുടുംബം എന്ന് പറയുന്ന സാധനം. ഇപ്പം എല്ലാവരുടെയും അസൂയയോടുകൂടി അവരുടെ കൂട്ടുകുടുംബങ്ങൾ നോക്കി കാണുക എന്നുള്ളത് ഒഴിച്ചാൽ, അല്ലെങ്കിൽ അപ്പോൾ ഞാൻ കാണുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ഇമോഷൻസിനും എനിക്കും വേണം ഇങ്ങനെ ഒരു സംഭവം എന്ന് തോന്നിയിട്ടുള്ള സംഭവങ്ങൾ അതിൻ്റെ ഒരു 1000x ടൈംസിലാണ് ഞാൻ ട്രിച്ചിയിൽ നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻസിൽ കാണുന്നത്. കാരണം എൻ്റെ മനസ്സിൽ ഈ ഒരു ന്യൂക്ലിയർ ഫാമിലിയിൽ വന്നത് കാരണം തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ഇമാജിനേഷൻ പോയത്. കഥ പറയുമ്പോൾ വരെ ഈ പ്രോപ്പർ ഈ ഇമോഷൻസ് മാത്രമേ കണക്റ്റ് ആവുന്നുണ്ടായിരുന്നുള്ളൂ. ചുറ്റും 200 ആൾക്കാരുണ്ടാവും എന്നുള്ളത് മറന്നേ പോയി. ഇങ്ങനെ ഒരു സംഭവം സെറ്റിൽ വരുമ്പോൾ അത് കാരണം തന്നെ ഭയങ്കര തിരക്കും സൗണ്ട് ഇല്ലാത്ത സമയമില്ല. സാറൊക്കെ എപ്പോഴും പറയും ഞാൻ സൈലൻസ് വിളിക്കുകയായിരുന്നു സെറ്റിൽ. സൈലൻസ് ഫ്രണ്ടിൽ നിന്ന് ആള് മാറി, ഫ്രണ്ട് അഭിനയിക്കാൻ ഫ്രണ്ടിൽ നിന്ന് അത്രയ്ക്ക് ആളാണ് എല്ലാവരും സീനിന് ആവശ്യമുള്ളവരും. സോ ഒരു ട്രെയിലർ കിട്ടിയോ ജോയിന്റ് ഫാമിലി ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ബട്ട് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ഇറ്റ്സ് എ വെരി എൻഡ്യൂറിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര എല്ലാവരോടും നമ്മുടെ കൂടെ ആക്ട് ചെയ്യുന്ന ആക്ടേഴ്സിനോടൊക്കെ എൻ്റെ അച്ഛൻ JP സർ എൻ്റെ ഫാദറായിട്ട് ആക്ട് ചെയ്ത് പുള്ളിയുടെ അടുത്തൊക്കെ ഭയങ്കര സ്നേഹം തോന്നും. ലൈക്ക് ഇതിലൊരു അച്ഛൻകുട്ടിയാണ് ഭയങ്കര. സാറിൻ്റെ നമ്മുടെ കല്യാണം നടക്കുന്ന സീനിലൊക്കെ സാറിൻ്റെ കൈയൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ ഒരു ഭയങ്കര ഫീലായിരുന്നു. സോ അതാണ് ഞാൻ പഠിക്കുകയായിരുന്നു. ഞാൻ സിനിമയുടെ സെറ്റിൽ ചെന്നിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ പഠിക്കുകയായിരുന്നു. ഇവിടുന്ന് പഠിച്ചിട്ട് പോയതോ എനിക്കറിയാവുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ വർക്ക് ആയിരുന്നില്ല. நன்றி, ரொம்ப தேங்க்ஸ். ஏன்னா கருடன் மூவி வெற்றிமாறன் மூவி ஃபர்ஸ்ட் விடுதலை, செகண்ட் மை மூவி கருடன். ஓகே, அப்போ கருடனுக்கு அந்த மெயின் ரோல் ஒரு வில்லன் ரோல் யார் அப்படின்னு எல்லாம் ரொம்ப ட்ரை பண்ணிட்டே இருந்தோம். ஸோ அப்போ ப்ரொடியூசர் சொன்னாங்க, டைரக்டர் டிஸ்கஸ் பண்ணிட்டு இந்த மாதிரி உன்னி சார் சொன்னாங்க, இந்த மாதிரி ஆக்டர் உன்னி சார் அவருடைய ஃபோட்டோ காட்டினாங்க. ஒன்று சார் இவர் ஐயப்பன் ஹீரோ. ஆமாம் சார், அவருக்கு வில்லன். உங்களுக்கு ஓவரத்தை டூ மச் இதெல்லாம் எப்படி இது அவர் வந்து வில்லனாக இருப்பார்? இல்லை நான் ஸ்டோரி சொன்னேன். அவர் ஸ்டோரி கேட்டுட்டு நான் ஸ்டோரி கேட்குறேன், பிடிச்சிருந்தா நான் ஓகே சொல்லுன்னு சொல்லியிருக்காரு. பாப்பா வெயிட்
வேண்டவே வேண்டாம், எனக்கு ஒரு மாதிரியா இருக்கும். அவர் இப்படி இருக்க நல்ல நல்ல ஹேண்ட்ஸமாக மேனேஜாக இருக்காரு, நான் போயிட்டு பக்கத்தில் போயிட்டு எப்படி இது டூ மச் வேணும். இல்லை ஸ்டோரி கேட்குன்னு சொல்லி அமெரிக்காவில் இருக்காரு அப்படின்னு சொன்னாங்க. அப்புறம் பிரதர் வந்து ஸ்டோரி கேட்டாங்க, ஸ்டோரி கேட்டு பிடிச்சி போய் ஓகே அப்படின்ட்டாங்க. நான் டைரக்டர்கிட்ட கேட்டு ஓகேவா சொன்னீங்களா, நான் தான் ஹீரோன்னு சொன்னீங்களா அப்படின்னு எல்லாம் கிட்ட ஓகேன்ட்டாரு. ஐயோ எனக்கு அந்த அந்த ஒரு பயம் இருந்துக்கிட்டே இருந்துச்சு. ஏன்னா நான் அந்த மூவியை பார்த்துருக்கேன், அப்படி ஒரு கலெக்ஷன் அந்த மூவி, அப்படி ஒரு அழகான ஹீரோ, எப்படி இவர் அப்படின்னு சொல்லி இருந்தேன். ஸ்பாட்டுக்கு வந்தார். அந்த ஃபர்ஸ்ட் நாள் வந்ததுலேருந்து எண்டு ஷூட்டிங் முடிகிற வரைக்கும் நான் ஒன்று நினச்சி பார்த்தீங்களா இப்படி ஒரு ஹீரோ இப்படி இருப்பாங்க இமேஜினேஷன், அது அங்கே இல்லவே இல்லை, ஒரு துளி கூட இல்லவே இல்லை. எண்டு வரைக்கும் அவர் ஒரு சாதாரண ஒரு சின்ன ஆர்டிஸ்ட் மாதிரி அவர் பிஹேவ் பண்ணுவார். எனக்கு ஒரு மாதிரி ரொம்ப சங்கட்டமாக இருக்கு, பிரதர் என்ன பிரதர் எதுவுமே இல்லை அவர். நான் லாஸ்ட் ஃபைட்டில் டேரக்டர்கிட்ட கேட்டேன், சார் ஒரே அடி அடிச்சா நான் போயிருக்கேன் சார் ஏரில், என்ன சார் இல்லை அவர் சொல்லிட்டு கேரக்டர் என்னவோ அதுதான் அப்படின்னாரு. ஆனால் அந்த படம் முடிச்சுட்டு நான் அந்த படம் பார்க்குறப்ப படத்தை ஃபுல்லாக போட்டு பார்த்தாங்க. படத்தை பார்த்துட்டு உண்மைக்கு எனக்கு என்ன சொல்கிறேன்னு தெரியல. நான் அங்கேருந்து உண்மைக்கு நான் டேரக்டர் சொன்னேன், உன்னி சாருக்கு ஃபோன் பண்ணுங்க, ஒரே ஒரு தேங்க்ஸ் சொல்லிக்கணும் அப்படின்னு சொன்னேன். சார் பிரதர் அந்த படம் மிகப்பெரிய ஹிட்டு, பெரிய ஹிட்டு, பெரிய கலெக்ஷன். ஸோ அதுக்கு உண்மைக்கு உன்னி பிரதோட பங்களிப்பு தான். ஸோ அவரை கூட நடித்தது தான் எனக்கு அந்த படத்துக்கு கரெக்டான ஒரு கேரக்டர், ஒரு ஆக்டர் அங்கே இருந்ததுனால அந்த படம் ஹிட் ஆச்சு. ஸோ நீங்கள் ஒத்துக்கிட்டதுக்கு ரொம்ப ரொம்ப நன்றி பிரதர், ரொம்ப ரொம்ப நன்றி. உண்மைக்கு நான் கடவுளுக்கு நன்றி சொல்லுவேன். ஏன்னா நான் எல்லாத்தையுமே சொல்லுவேன், எனக்கு டோட்டல் இந்திய மூவிலே எனக்கு மலையாள ஃபீல்டு ரொம்ப பிடிக்கும், ரொம்ப ரொம்ப பிடிக்கும். இன்னும் கூட எனக்கு ஆசையாக இருந்துச்சு, அவங்க முன்னாடி நான் வேட்டிட்டு வரேன். எல்லா ஆக்டர்ஸும் ரொம்ப நான் ஃபாலோ பண்ணுவேன், எனக்கு ரொம்ப பிடிக்கும். அப்படி இருக்கிறப்ப எனக்கு கரெக்டாக வந்து எனக்கு அவரே வந்து எனக்கு இந்த படத்தில் நடித்தது எனக்கு ரொம்ப ரொம்ப சந்தோஷம், நன்றி. இப்போ இங்கே வர்றப்ப பிரதரை கேட்டேன், பிரதர் எனக்கு என் லைஃப்பை நிறைய அவர்கிட்ட ஷேர் பண்ணியிருக்கேன். பிரதர் இந்த மாதிரி இங்கே வர்றோம், நாங்கள் எங்கள் கூட இருந்த சப்போர்ட்டாக இருக்குது, எனக்கு சரியாக எனக்கு மலையாளம் தெரியும், உனக்கு என்றைக்கு தேட்டர் ஓகே நான் வரேன், நான் வந்துடுறேன் ஓகே அப்படின்னு. இப்போ வந்து இங்கே வந்திருக்காங்க. இதுக்குமே டூரிஸ்ட் ஃபேமிலிக்கு சப்போர்ட் பண்ணுங்க சசிகுமார் சாரோட. இந்த மூவிக்கு எங்கள் மாமன் மூவிக்கு அங்கே வந்திருக்காங்க. ரொம்ப ரொம்ப நன்றி பிரதர். நீங்கள் வர வேண்டிய அவசியமே இல்லை, பட் இருந்தால் நீங்கள் இங்கே வந்திருக்கீங்க. ரொம்ப ரொம்ப நன்றி பிரதர். താങ്ക് യു பிரதர், താങ്ക് യു பிரதர். അതായത് ഞാൻ എൻ്റെ ടീമിനെ പറ്റി സംസാരിച്ചില്ല, ജസ്റ്റ് ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് മൈക്ക് തിരിച്ച് കാണിച്ചത്. ഒന്ന്, സൂരി സാറ് ഒരുപാട് കഷ്ടപ്പാടുകളിൽ നിന്നും ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നും വന്നിട്ടുള്ള ആളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ. എനിക്ക് എൻ്റെ വർക്കിംഗ് എക്സ്പീരിയൻസ് വിത്ത് ഹിം നിങ്ങൾ ചോദിക്കുമായിരിക്കും, എന്നാലും എനിക്ക് ഭയങ്കര നല്ലൊരു മനുഷ്യൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. എനിക്കത് പുള്ളി സംസാരിക്കുമ്പോഴാണെങ്കിലും ഒരാൾക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണെങ്കിലും ജെന്യുവനായിട്ട് കൊടുക്കുന്ന അപ്രീസിയേഷൻ ആണെങ്കിലും ഇതൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സെറ്റിൽ. എനിക്ക് ഭയങ്കര ഒരു സപ്പോർട്ടുള്ള പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ ശ്വാസികയാണെങ്കിൽ ഞങ്ങൾ കുമാരിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ശ്വാസിക തമിഴ് സിനിമയിൽ അവൾ പുള്ളിക്കാരി അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത് കാണുമ്പോൾ എനിക്കൊരു ഉള്ളിലൊരു സന്തോഷമാണ്, ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ആണ്. സീയിങ് ദാറ്റ് ഷീ ഈസ് ഫൈനലി ഗെറ്റിംഗ് ഹെർ ഡ്യൂ, ആൻഡ് ഐ ഓൾവേസ് തോട്ട് ഷീ വാസ് നോട്ട് ഗെറ്റിംഗ് ഹെർ ഡ്യൂ ഹിയർ. ആൻഡ് അത് തമിഴ് സിനിമയിൽ നിന്ന് വാരിക്കോരി സ്നേഹം കൊടുക്കുന്ന കാണുമ്പോൾ ഞങ്ങളുടെ ഓഡിയോ ലോഞ്ചിലാണെങ്കിലും ഒരുപാട് പേര് ശ്വാസികയുടെ പെർഫോമൻസിനെ പറ്റിയിട്ട് സംസാരിക്കുകയാണ്. തമിഴ് സിനിമ ഉള്ളിടത്തോളം കാലം ശ്വാസിക എന്ന് പറഞ്ഞ ആക്ടറിന് അവിടെ വർക്ക് ഉണ്ടാവും എന്ന് പറയുകയാണ്. മൈ സെൽവരാജ് സാറിൻ്റെ സ്പീച്ചിൻ്റെ ഒരു 3/4 ഓഫ് ടൈം ശ്വാസികനെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ഹിഷാം ആണെങ്കിലും അതെ, നമ്മുടെ അവിടേക്ക് തമിഴിലേക്ക് വന്നതിന് ശേഷം കൊടുക്കുന്ന ഓരോ പാട്ടും വൺസ് മോറിൽ വന്ന ഓരോ പാട്ടുകളും നമുക്ക് അപ്പോഴേ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഹിറ്റാണ്. നമ്മുടെ സിനിമയിലുള്ള പാട്ടുകളാണെങ്കിൽ ഞാൻ കേട്ട് ഇറങ്ങി 6 സോങ്സും കൂടി എത്ര മിനിറ്റ്സ് ഉണ്ടാവും, 17-18 മിനിറ്റ്സ്. അത് കേട്ട് കഴിഞ്ഞ ഉടനെ എൻ്റെ കോള് പോയി, ബിക്കോസ് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ എമോഷൻസ് മനസ്സിലാക്കി വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് കിട്ടുന്നത്. സോ ഐ ഫെൽറ്റ് വെരി ഹാപ്പി. ഇവർ മാത്രമല്ല, ഞങ്ങളുടെ ടീമിൽ ഒരുപാട് പേരുണ്ട്. രാജ് കിരൺ സാറുണ്ട്,
ഈ ഞങ്ങളുടെ ഡയറക്ടർ പ്രശാന്ത് സർ, പ്രൊഡ്യൂസർ കുമാർ സർ, എഡിറ്റർ എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റിലൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ആ ഒരു ജോയിൻറ്റ് ഫാമിലി എക്സ്പീരിയൻസ് കിട്ടിയതിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പുള്ളി എങ്ങനെയാണോ, നമുക്ക് എല്ലാവർക്കും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവാറുണ്ട്, പക്ഷെ ഒരാളുടെയും സപ്പോർട്ട് അല്ലാണ്ട് സ്വന്തമായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്ത് ടൈപ്പ് സിനിമകളിലാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുക, അത് ചെയ്യാനായിട്ടുള്ള റൈറ്റ് റിസോഴ്സസ് കണ്ടുപിടിച്ച് റൈറ്റ് ആൾക്കാരെ കണ്ടുപിടിച്ച് അത് ചെയ്തെടുക്കുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് എ ഈസി ടാസ്ക്. വളരെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരോ പ്രോജക്ട്സ് ഞാൻ എടുക്കുന്നത്. സോ ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ ട്രൈങ് ടു ഡു ആൻഡ് ലോട്ട്സ് ഓഫ് റെസ്പെക്ട് ഫോർ ഇറ്റ്. അത്രയും കഴിഞ്ഞു. അത്രത്തോളം കേരളത്തിൽ ഇറങ്ങിയപ്പോഴും അത്രത്തോളം റീച്ചായി. മലയാളത്തിൽ ചെയ്ത കഥാപാത്രങ്ങൾ അത്രയും എന്താ പറയാ, ഇപ്പൊ ആളുകളിലേക്ക് ആളുകളിലേക്ക് അത്രത്തോളം എത്തിയില്ല. എപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്ക് മലയാളത്തിൽ കിട്ടാത്ത റെക്കഗ്നൈസേഷൻ തമിഴിലേക്ക് കിട്ടുന്നുണ്ട് എന്നൊരു. ഇങ്ങനെ ചില സമയത്ത് നമുക്ക് തോന്നും മലയാളത്തില് ഇങ്ങനെ കിട്ടുന്നില്ലല്ലോ, ബാക്ക് ടു ബാക്ക് മൂവീസ് ഒന്നും അങ്ങനെ എനിക്ക് കിട്ടുന്നില്ലല്ലോ. കുറേ വർഷമായി എപ്പോഴെങ്കിലും ഒക്കെ ഒരു നല്ല മൂവി സംഭവിക്കാറുണ്ട്. ഒരു ഇപ്പൊ തമിഴിൽ ഞാൻ ചെയ്ത മൂവീസിന്റെ അങ്ങനത്തെ ഒരു പെർഫോമൻസ് സ്പേസ് ഉള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വാല്യൂ ഉള്ള സിനിമകൾ എനിക്ക് വളരെ കുറച്ചാണ് കിട്ടിയിട്ടുള്ളൂ. ഇപ്പം പൊറിഞ്ചുമറിയൻ ജോസ്, വാസന്തി, ചതുരം അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ, അതല്ലാതെ എല്ലാം. അപ്പൊ അങ്ങനെ ചില സമയത്ത് ആലോചിക്കും, അയ്യോ എന്തുകൊണ്ടായിരിക്കും. ഇപ്പൊ തന്നെ ഞാൻ 1 വർഷത്തിൽ കൂടുതലായി ഒരു മലയാള സിനിമ കമ്മിറ്റ് ചെയ്തിട്ടും അഭിനയിച്ചിട്ടും ഒക്കെ. അപ്പോൾ ആലോചിക്കും എന്താ റീസൺ, എന്താ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല, എന്താന്ന് എനിക്കും അറിയില്ല. പക്ഷെ ആലോചിക്കാറുണ്ട് എന്തുകൊണ്ടായിരിക്കും. അപ്പം ശരി, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കണം. ഇപ്പൊ സന്തോഷമാണ്. ഇപ്പൊ നമ്മൾ തമിഴിൽ ചെയ്യുന്നു, നമ്മളുടെ ആഗ്രഹം സാധിക്കുന്നുണ്ടല്ലോ, എവിടെയാണെങ്കിലും നന്നായി വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ സൂര്യസാറുമായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ എല്ലാവരും പറഞ്ഞ പോലെ നമ്മുടെ ഫാമിലിയിലുള്ള ഒരാളുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്ന പോലെയായിരുന്നു. അത്രയും സ്വീറ്റ് ആണ് സാറ്. ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, സെറ്റിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളെയും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. ഓരോ ഷോട്ട് കഴിയുമ്പോഴും ആ ഷോട്ട് നന്നായിരുന്നു എന്ന് വന്ന് പറയാനുള്ളൊരു സമയം അദ്ദേഹം കണ്ടെത്തും. അത് അന്നത്തെ ദിവസം പറയാൻ പറ്റിയില്ലെങ്കിൽ പിറ്റേ ദിവസം ഓർത്ത് വെച്ചിട്ട് പറയും. അപ്പം അങ്ങനെ ഓരോ ദിവസവും ഈ 32-40 ദിവസം നമ്മൾ അഭിനയിച്ചു. ഈ 40 ദിവസവും നമ്മുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ അത് ചെയ്ത് നന്നായി, ആ സീൻ നന്നായി, അങ്ങനെ എടുത്തെടുത്ത് പറയുമ്പോൾ നമുക്കത് ഭയങ്കര ഊർജ്ജമാണ്. അപ്പം അങ്ങനെ ഒരു കോ സ്റ്റാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത സന്തോഷം. പിന്നെ സാറിൻ്റെ ലൈഫ് തന്നെ നല്ലൊരു ഒരു പാഠമാണ് നമുക്ക്. ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. എന്ത് പ്രശ്നം വന്നാലും നമ്മുടെ ആഗ്രഹത്തിന് ഫോളോ ചെയ്യുക. അതിനുള്ള ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് സാറിൻ്റെ ലൈഫ് തന്നെ. അപ്പം അത് വഴിയെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഓരോരോ കഥകളിലൂടെയും സിനിമയിലൂടെ. സോ അത്രയും നല്ല ഒരു വ്യക്തിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. സാറ് മാത്രമല്ല കേട്ടോ, ഇപ്പം അതിൽ അഭിനയിച്ച എല്ലാവരുടെയും കൂടെ കുറേ സീനിയർ ആർട്ടിസ്റ്റുകളുണ്ട്, JP സാറ്, രാജ്കിരൺ സാറ്. സോ എല്ലാവരും കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ഐഷുവും ഞാനും ഞങ്ങൾ സെയിം അല്ലെങ്കിൽ വൈബ് അങ്ങനെയാണെങ്കിൽ പോലും ഐഷുവിൻ്റെ കൂടെ കുമാരിയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് പോലെ അല്ല എനിക്ക് ഇതിൽ കുറച്ചും കൂടി ഐഷു ആ ഇമോഷൻസിനെ, ആ പ്രോസസ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയൊക്കെ നമുക്കും ഒരു ലേണിംഗ് പ്രോസസ്സ് തന്നെയാണ്. എങ്ങനെയായിരിക്കും ഒരു സെറ്റിൽ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ. അപ്പോൾ ഓരോ പ്രാവശ്യം എല്ലാവരും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതെല്ലാം കണ്ട് മനസ്സിലാക്കി നല്ല രസമുള്ള ഒരു 40 ദിവസത്തെ വർക്കായിരുന്നു. ഫാമിലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു, സിനിമ പോലെ തന്നെ. അപ്പം ഹാപ്പിയാണ്. ரொம்ப ட்ரெண்டிங் ரிலேஷன்ஷிப் தான். ஸோ அந்த மாதிரி ஏதாவது ரெஃபரன்ஸ் படத்தில் இருக்கா, ரிலேட்டபிளா? ஆமாம், கண்டிப்பாக இருக்குது. அது அந்த மாமாவுக்கும் அந்த பையனுக்கும், ஸோ பிரதர் அண்ட் சிஸ்டர் பையன் மாமன். ஸோ இந்த பாண்டிங் வந்து அது படத்தில் ரொம்ப ரொம்ப இதாக இருக்கும். என் லைஃப்பில் எனக்கு ரியலாகவும் அந்த மாதிரி இருந்திருக்கு. என்னோட அம்மா மை மதர், என்னோட மாமா. ஸோ என்னோட அம்மா கூட 5 கேர்ள்ஸ், ஒரு ஜென்ஸு. ஸோ 6 பேர். அதில் இந்த 5 கேர்ள்ஸ் மாமா ஒரு சின்ன மிஸ் அண்டர்ஸ்டாண்டிங். 25 இயர்ஸ் பேசலை. 20 யாருமே பேசலை. எங்கள் வீட்டில் எனி ஃபங்க்ஷன்ஸ், நாங்கள் சின்ன பசங்க, இந்த பையன் மாதிரி தான் இருப்பேன் நான் சேம். ஆனால் நாங்கள் ஒவ்வொரு டைம் நம்ம ஃபங்க்ஷன், அந்த தமிழில் வந்து எனி ஃபங்க்ஷனுக்கும் ஃபர்ஸ்ட் இம்பார்ட்டன்ஸ் வந்து மாமா, அவங்களுக்கு தான் முக்கியத்துவம் கொடுப்பாங்க, அவங்களுக்கு தான். ஸோ எல்லாத்துலேயும் பார்க்குறேன் மாமா வரமாட்டார், ஓய் கேட்டால் இல்லை ஒன்றும் இல்லை வரமாட்டார். ஸோ இங்கேருந்து நாங்கள் ரொம்ப பெரிய பையன் வரைக்கும் ஆகிட்டோம். அப்பவும் வரமாட்டார். என்னன்னு கேட்டால் ரீசன் சொல்லவே மாட்டேன். எப்படா எனக்கு சின்ன பசங்க தெரியாது அப்படின்றாங்க.
25 இயர்ஸ்க்கு அப்புறம் எங்கள் மாமாவும் எங்கள் அம்மாவும் ஒரு இடத்துல மீட் பண்ணாங்க. அவங்களால பேசவே முடியலை, ஒரு 5 மினிட்ஸ் பேசவே முடியல அவங்களால. ஸோ அதுக்கப்புறம் தான் மீட் பண்ணாங்க. இதெல்லாம் தான் எனக்கு ரொம்ப கஷ்டமாக இருந்துச்சு. இது ஸோ இந்த மாதிரி நிறையா விஷயங்கள் இந்த இதுக்குள்ளே இருக்குது. ஒரு ஹஸ்பண்ட் ஒரு மனைவிக்குள்ளே, ஒரு ஒய்ஃப் அவங்களுக்குள்ளே இருக்க ஒரு சின்ன சின்ன விஷயங்கள், சிஸ்டர் பிரதருக்குள்ள ஒரு சின்ன சின்ன விஷயங்கள், இல்லை அந்த மாமன் பையன் மட்டும் இல்லை, நீங்கள் அந்த இடத்துல அந்த பையனை எடுத்துகிட்டு யார் வேணாலும் வைக்கலாம், 2 பிரதர்ஸ் வைக்கலாம், அம்மா அப்பாவை வைக்கலாம், யார் வேணாலும் வச்சு பார்க்கலாம். லைஃப்பில் ஒரு சின்ன சின்ன இணக்கங்கள் பிணக்கங்கள் அந்த மாதிரி ஒரு சின்ன சின்ன விஷயங்கள மிஸ் அண்டர்ஸ்டாண்டிங் லைஃப்பில் யாருமே கூட பிறந்த என்ன சொல்றது உடன்பிறப்பு யாரும் பேசுறதே இல்லை. சின்ன சின்ன ப்ராப்ளம் தான். 10 இயர்ஸ் 15 யாரும் பேசுறதே இல்லை. ஸோ லைஃப்பில் 2 லைன்ஸ் ரொம்ப வேல்யூவான லைன்ஸ். ஒன்று மன்னிச்சிருங்க, ஒன்று மன்னிப்பு, இன்னொன்று நன்றி. ஸோ அதான் ரொம்ப வேல்யூவான வேர்ட்ஸ். ஒன்று சாரி, இன்னொன்று தேங்க்ஸ். இந்த 2 லைன்ஸை ஸோ இந்த 2 லைன்ஸை யார் யூஸ் பண்ணலையோ அவங்க உண்மைக்கு ஒரு வேல்யூவான மனிதர்கள் இல்லை, நாட் வேல்யூவான மனிதர்கள். அப்போ ஒரு 15 இயர்ஸ்க்கு அப்புறம் ஒரு சின்ன விஷயத்தில் யாரும் பேசுகிறப்போ சாரி, என்னை மன்னிச்சு அப்படின்னு சொல்லி இம்மிடியட்டாக சால்வ் ஆகிடும். அப்போ எதுக்கு அந்த வேர்ட்ஸை யூஸ் பண்ணுறதுக்கு நம்ம தயங்கணும்? ஒரே ஒரு வார்த்தை தானே, ஒரு வார்த்தை, என்னை மன்னிச்சுற, ஏன் மை மிஸ்டேக், சாரி. ஓகே, யோசிச்சு பார்த்தா எதுக்கு 25 இயர்ஸ் மாமா பேசலை, ஏன் அம்மா 25 இயர்ஸ் பேசவே இல்லை, இப்போ 2 பேருமே சாரி. இப்போ டோட்டல் ஃபேமிலி இருக்குது. இந்த மாதிரி இதுக்குள்ளே நிறைய விஷயம் ரியல் லைஃப்பில் கனெக்டிங் ஃபுல் ஜாலியாக இருக்கும். பட் எமோஷன் நிறையா இருக்கும். கண்டிப்பாக இந்த மூவி ஃபினிஷியாக வெளியில் வந்தால் 100% மனைவி இல்லை, மனைவியை ரொம்ப ரெஸ்பெக்ட் பண்ணுவோம் எல்லாருமே. ஐயோ அப்படின்ட்டு சப்போஸ் ஒரு சின்ன மிஸ் அண்டர்ஸ்டாண்டிங் இருந்தால் கூட மனைவிக்கு ஒய்ஃபுக்கு உடனே கால் பண்ணி சாரி, என் மேலே தான் மிஸ்டேக், என்ன மன்னிச்சிரு அப்படின்னு சொல்லுவான். அக்கா பிரதருக்கு ஃபோன் பண்ணுவாங்க, இல்லை பிரதர் அக்காவுக்கு ஃபோன் பண்ணுவாங்க. ஸோ இது எல்லா லைஃப்லையுமே இது நடக்கலாம். ஸோ அதுதான் இந்த கதை. ஸோ அதை தான் இது அப்படியே இது. സൂര്യ സാർ ഇപ്പോൾ ക്യാൻ സ്പീക്ക് ഇൻ മലയാളം? അതായത് ഏത് കഥാപാത്രങ്ങളുമായിട്ട് കോംബോ ആയിട്ടുള്ള സാർ നല്ല ലെന്താ பேசிட்டோன்னு புரியலையா? சாரி, அது கொஞ்சம் டீட்டெயிலாக சொல்ல வேண்டியதாக இருக்குது. சரி, ഇപ്പം ചില കഥാപാത്രങ്ങളുമായിട്ട് കോംബോ വരുമ്പോൾ അവർക്ക് ചിലവർ എന്താ ഓട്ടോമാറ്റിക് സ്ക്രീനിൽ കാണാൻ ഭയങ്കര രസമായിരിക്കും. അതേപോലെ ഒരു ആക്ടറാണ് താങ്കൾ. ഏത് ഹീറോയുടെ കൂടെ കോംബോ വന്നാലും കാണാനായിട്ട് ഒരു ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെയാണ് അതിൻ്റെ ഒരു സീക്രട്ട് എന്താണ്? நான் எல்லாத்தையுமே லவ் பண்ணிடுவேன். ஸோ யார் வந்தால் அது எனக்கு ரொம்ப பிடிச்சது எனக்கு. ஸோ நெக்ஸ்ட் என் கேரக்டருக்கு ரொம்ப பிடிக்கும் நான். ஓகே, அவ்வளோதான். தேங்க்யூ Sir, we grown up watching வருத்தப்படாத வாலி பிரசங்கம், ரஜினி முருகன், சீமராஜா. ஸோ அந்த சூரிய மிஸ் பண்ணுறது யாராவது சொல்லியிருக்கா இந்த ரீசெண்டாக? ஆடியன்ஸ் நிறையா சொல்லியிருக்காங்க. ஆனால் இப்போ அவங்க ஆடியன்ஸ் எல்லாமே லைக் பண்ணுறது இந்த சூரிய தான். ஸோ இப்போ எல்லாருமே என்ன சொல்கிறாங்கன்னா, ஓய் இவ்வளோ நாளாக ரொம்ப லேட் இந்த பிளேஸ்க்கு, ஏன் இவ்வளோ லேட்டாக இருந்தீங்கன்னு தெரியல எனக்கு. வெற்றிமாறன் சார்ட்டே கேட்கணும், அவர் கண்ணில் தான் நான் பட்டேன். ஸோ அதுக்கு முன்னாடி இந்த சூரி எனக்கே தெரியல, அவ்வளோதான். வெற்றிமாறன் சார் அவர் தான் என்னை ஃபஸ்ட்டு என்னை கண்டுபிடிச்சாரு. இதுக்குள்ளே ஒரு ஆக்டர் இருக்காரு. ஸோ அவன் தான் குமரேசன். அந்த மூவி தான் விடுதலை. அதனால் இப்போ எல்லாருமே என்ன சொல்கிறாங்க, ப்ளீஸ் இப்படியே கண்டினியூ பண்ணுன்றாங்க. பட் கண்டினியூ பண்ண என் கையில் இல்லை. ஸோ ஆடியன்ஸ் அவங்க நினச்சாதான் நான் கண்டினியூ பண்ண முடியும். இப்போ வரைக்கும் சூப்பராக போட்டிருக்கேன் எல்லா மூவியும். இல்லை கண்டிப்பாக ஒருவேளை சிவகார்த்திகேயன் நல்ல ஸ்கிரிப்ட் அதே மாதிரி வந்துச்சுன்னா 100% அது ஓகே, எனக்கு கரெக்டாக இருக்கணும். காரணம் நான் ஃபஸ்ட்டு மார்க் போய்ட்டு ஏதோ சும்மா ஜாலியாக தம்பி கூட ஃபுல்லாக பண்ணிட முடியாது. நான் அவருமே சொல்லியிருக்காரு. இப்போ நமக்கு நிறையா ப்ரொடியூசர்ஸ் நமக்கு நிறையா கமிட்மெண்ட் கொடுக்குறாங்க. நிறையா க்ரோஸ் அமௌண்ட் நிறையா போட்டு என்னைய ஸ்டோரி ஹீரோவாக என்னைச்சு பண்ணிடுறாங்க. அப்படின்னப்போ நான் ரெஸ்பெக்ட் பண்ணணும் ஃபஸ்ட்டு. அப்புறம் இதுக்கு கண்டிப்பாக இந்த ரோல் அவங்கள டிஸ்டர்ப் பண்ண அளவுக்கு இருந்தால் நான் ஓகே. இதாவது எஸ்கே பிரதர் தம்பியே சொல்வார், கரெக்டான ரோல் வந்தால் மட்டும் நம்ம 2 பேரும் சேர்ந்து நடிக்கணும்னு சொல்லுவார். நான் எதிர்பார்க்குறேன். கண்டிப்பாக அப்படி ஒரு நல்ல ரோல் வந்தால் கண்டிப்பாக பண்ணுவேன். அவர் கூட வந்தால் நல்லா தான் இருக்குன்னு நினைக்கிறேன். பாப்பா தம்பியே சொல்லுவாப்புல.
மாமன் டார்கெட் ചെയ്യുന്ന ഓഡിയൻസ് ഫാമിലി ഓഡിയൻസ് மட்டும்தானே? ஃபேமிலி ஆடியன்ஸ் தான் ஹோல் ஆடியன்ஸ். ஃபேமிலிக்குள்ள எல்லாமே வந்துடுறாங்கல்ல, சின்ன பையன் இப்படி எல்லாமே வந்துடுறாங்க. ஃபேமிலி அண்ட் எமோஷனல் இருக்கும், ஃபன் இருக்கும் ஃபுல்லாக. இதில் ஒரு 10 பேர் மட்டும் எடுத்துட்டோம்னா எங்கள் ஃபேமிலி தான். நம்ம யாராவது எங்கள் மூவி பார்க்க எங்கள் ஃபேமிலி போகிறா இருந்தால் தேட்டருக்கான சொல்லுவாங்க, சார் இவர் ஃபேமிலி வர ஆல்ரெடி சொல்லியிருந்தா நான் இந்த ஷோ கேன்சல் பண்ணியிருப்பேன், இவர் ஃபேமிலியை வர வச்சிருப்பேன் அப்படின்னு சொல்லுவாங்க. ரொம்ப ஹெல்ப்பாக இருந்துச்சு. என்னோட நான் ஒரு 10 ஸ்டோரி மேலே வச்சிருக்கேன் நான். ஸோ என் ஃபேமிலி தான் எல்லாத்துக்குமே காரணம். இன்னைக்கு நான் இந்த அளவுக்கு நான் 97ல் நான் சினிமாவுக்கு வந்தேன், 97ல் வந்தேன். ஸோ எல்லா வேலையும் பார்த்து நான் பார்க்காத வேலையே ஒர்க்கே இல்லை, எல்லா ஒர்க்கும் வந்தேன். ஸோ சினிமாவுக்கு என்ட்ரி ஆகி 10 இயர்ஸ் நான் மூவியை பார்க்கவே முடியலை. அதுக்கப்புறம் இந்த மூவியை பார்த்து மூவிக்குள்ளே உள்ள போய் நிறையா ஒர்க் பண்ணிட்டு வந்து ஸோ 2009ல் தான் எனக்கு ஒரு சினிமாவுக்கு நான் என்ட்ரி ஆக முடிஞ்சிச்சு. சரி, எல்லாத்துக்குமே எனக்கு சப்போர்ட் என் ஃபேமிலி தான். இப்போ நான் அந்த அளவுக்கு இருக்கேன்னா எல்லாத்துக்குமே என் ஃபேமிலி தான் ஃபுல் சப்போர்ட்டு. இங்கே வந்து எஸ்கேஆர் கூட இருக்க ஒரு ஸ்டோரின்னு சொன்னாங்க. அதே மாதிரி தான் ஆர்யா கூட இருந்த ஒரு குட்டி ஸ்டோரின்னு சொன்னாங்க. ஸோ அதுக்கப்புறம் அது வந்து பெரிய வைரல் ஆயிடுச்சு. வீடு பிடிச்சி டிஸ்டர்ப் பண்ண அந்த ஸ்டோரி. പടം തന്നെ മാറി. சாரி தெரியல. ஓகே சூரி லீன் பிளாக்மேன் சும்மா ஜாலிக்கு சொல்லுறாரு. நான் அது சார் வேற സാരി ഐശ്വര്യ, ഇപ്പം തമിഴിൽ നടന്ന ലോഞ്ചില് ഐശ്വര്യയുടെ സ്പീച്ച് ഉണ്ടായിരുന്നു. അതായത് സൂര്യ സാറാണ് നായകൻ എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്തായിരുന്നു ശരിക്കും പറഞ്ഞത്? എന്താ സംഭവിച്ചത്? ഞാൻ സിനിമ എടുത്തു കഴിഞ്ഞ് നമ്മള് ഷൂട്ടൊക്കെ തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ കാണുമ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താന്നുള്ളത്. പുള്ളി കണ്ടിന്യൂസ് ആയിട്ട് ഹിറ്റ്സ് കൊടുക്കുന്ന, ഹിറ്റ്സിനും ഉപരി എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ ചെയ്യുന്ന ഹീറോ ആണ്. അപ്പൊ എനിക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇവർ എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? എനിക്കല്ലേ വലിയൊരു അവസരം എനിക്കല്ലേ കിട്ടുന്നത്. അപ്പൊ എന്താ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എനിക്ക് മനസ്സിലായില്ല. ഇൻഡസ്ട്രിയിലുള്ളവരാണ് ചോദിച്ചത്. പിന്നെ അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കുമല്ലോ. അത് കഴിഞ്ഞ് ഷൂട്ടിന് പൊക്കോണ്ടിരിക്കുമ്പോൾ എനിക്ക് ഓരോ ദിവസം നമ്മൾ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ്. ആസ് എ ഹ്യൂമൻ ബീങ് വളരെ സൂതിങ് ആയിട്ടുള്ള രീതിയിൽ എൻ്റെ മനസ്സിരിക്കുന്നത്. നമ്മൾ സെറ്റിലുള്ളപ്പോഴൊക്കെ വേറെ പ്രശ്നങ്ങളില്ല, ഈഗോ ഇഷ്യൂസ് ഇല്ല, സെറ്റിൽ സമയത്തിന് വരാത്തതിൻ്റെ പ്രശ്നങ്ങളില്ല. നമ്മൾ ഷൂട്ട് ചെയ്യുന്നതെല്ലാം കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ശ്വാസിക അഭിനയിച്ച സാറ് നമ്മുടെ അടുത്ത് മാത്രമല്ല, സാറ് നമ്മളില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മളെ പറ്റി പോയി പറയും. ഇപ്പൊ PR-ന് വേറെ കാശൊന്നും കൊടുക്കണ്ട, സാറുണ്ട്. അങ്ങനത്തെ വേറെ കാശ് കൊടുക്ക വേണ്ട, നീന്താൻ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പൊ എനിക്കത് ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഇതെനിക്ക് അത് പറയണം എന്ന് തോന്നി. അങ്ങനെ ഒരു ചോദ്യം ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് മാറണം എന്ന് തോന്നിയത് കൊണ്ടാണ് അവിടെ പറഞ്ഞത്. അത് പറയാൻ വേണ്ടി പ്ലാൻ ചെയ്ത് പോയതൊന്നുമല്ല, വന്നുപോയി. ലൈഫിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ഈ വർഷം റിലീസിന് വരുന്ന സിനിമ അതിന്റെ സൂപ്പർ വില്ലനെ പറഞ്ഞു. நல்ல ஸ்டோரி. அது எப்படி சொல்றது, கண்டிப்பா நான் அந்த வில்லனா பண்ணி ஏத்துக்கிற மாதிரி இருந்துச்சுன்னா. ஏன்னா விடுதலை பார்க்கும்போது எல்லாம் அவ்வளோ பெயின், அந்த தியேட்டர் சீட்ல இருக்க முடியாது, அவ்வளோ பெயின் அந்த கேரக்டர். கரெக்ட் அந்த வில்லனா நான் பண்ண கரெக்டா இருக்கும் அப்படின்னு ஒண்ணு இருந்துச்சுன்னா ஓகே பண்றேன். சார் இங்க சார் நிவின் பால் கூட ஒரு படம் ராம் சார் டைரக்ஷன்ல பண்ணி, ஸோ அதோட அப்டேட் ரிலீஸ். படம் ஃபினிஷிங் ஆயிடுச்சு, இன்னும் ஒரு 1 month ரிலீஸ் ஆகும். நிவின் கூட ஒரு படம் பண்ணியிருக்கேன். பிரதர், குட் கேரக்டர், ரொம்ப ஜாலியான ஒரு மனிதர். படம் ரொம்ப நல்லா வந்திருக்கு. நிவினுக்குமே அது வேற ஒரு மூவியாக இருக்கும். அது ரொம்ப சூப்பராக பண்ணியிருக்காரு. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന്റെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് അത്രത്തോളം ഡെപ്ത് കിട്ടിയ ഒരു പടമായിരുന്നു. അപ്പൊ സൂര്യ സാർ ഇതിനകത്ത് മാമനിൽ വരുന്നത് എത്രത്തോളം പ്രതീക്ഷകളുണ്ട്?
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വ്യക്തി എന്ന നിലയിൽ പുള്ളി ക്യാരി ചെയ്യുന്ന ഇമോഷനും ആ വ്യക്തിത്വം എല്ലാം മാത്രമല്ല സാറ് പറയുകയും ചെയ്തു സാറിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങൾ മനസ്സിൽ കണ്ടിട്ടാണ് കഥ എഴുതിയതും. അപ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ ഇതിൻ്റെ ട്രെയിലർ കാണുമ്പോഴും പേഴ്സണലി എനിക്ക് പുള്ളിനെ അറിയുന്നതുകൊണ്ടും എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് ഇതൊരു നല്ല ഗംഭീരമായ ഒരു കുടുംബചിത്രമായിരിക്കും. പുള്ളി പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കുടുംബം എന്ന് പറഞ്ഞാൽ അതിലെല്ലാവരും പെടും, ഈ യൂത്തും ചെറുപ്പക്കാരും എല്ലാവരും ഫാമിലീസ് ഉൾപ്പെടെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ട്രെയിലറായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് സിനിമ അങ്ങനെ തന്നെ ആയിരിക്കും. മാത്രമല്ല ഞാൻ ശ്രദ്ധിച്ചു ഒരുപാട് പേര് പണ്ട് ചെയ്ത തമാശ അല്ലെ കോമഡി ക്യാരക്ടേഴ്സ് ഇനിയും ചെയ്യുമോ, അങ്ങനെ ഇനിയും ചെയ്യാൻ ഒരു ആവശ്യമില്ലല്ലോ. ഓരോ കാര്യങ്ങൾ പ്രൂവ് ചെയ്ത് ലൈഫിൽ ഒരു നായകൻ സ്ഥാനത്ത് വന്നേക്കാണ്. എൻ്റെ ആഗ്രഹം ഇത് കഴിഞ്ഞിട്ട് സാർ എന്നെ ഒരു പടം വരയ്ക്കില്ല, എന്താ ബോട്ട് മണ്ടാടി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതിലെ പോസ്റ്റർ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ മനസ്സിൽ കാണുന്ന ഒരു സൂര്യ എന്നൊരു ആക്ടറിന്റെ പൊട്ടൻഷ്യൽ ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ നമ്മളെല്ലാവരും കാണും. ஐ திங்க் சார் யூ ஷுட் பி டூயிங் மோர் டிஃப்ரெண்ட் அந்த பழைய சூரிய அங்கே இருந்தார், ரொம்ப பிடிக்கும் எனக்கு. நான் வந்து எதிர்பார்க்குறேன் நீங்கள் என்ன யுவர் கான்ட்ரிபியூஷன் டு சினிமா வில் பி மச் கிரேட்டர். ஸோ பழைய சூரி அங்கே தான் இருக்கட்டும் இன் அவர் ஹார்ட்ஸ். பட் புதுசாக சூரிய எப்படி இருக்கும் அதுதான் நான் எதிர்பார்க்குறேன். ஸோ வித் மாமன் ஐம் 200% ஷுவர் இது உங்களோட கரியரில் மிகப்பெரிய ஒரு ஹிட்டாக இருக்கும். அண்ட் வரப்போகிற மூவிஸ்க்கும் எல்லாத்துக்கும் ஐ திங்க் நான் ஆஸ் அ ஃபேன் அண்ட் ஆஸ் அ தம்பி நான் ரொம்ப எதிர்பார்க்குறேன். ஸோ டெஃபினட்டாக என்ன சைடில் வச்சுங்க சின்ன எங்கள் ப்ரமோஷன் ஐ வில் கீப் ஷேரிங் போஸ்டர்ஸ். ஓகே, தேங்க்யூ. That's it.